സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവത്തിന്, ഞാൻ ഒരുപാട് നാളായി ദൈവത്തിനൊരു കത്തയക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ മാസത്തിലെ 16-ാം തീയതി, ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തോട് എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയണമെന്ന്. ഇന്ന് ഒരുപാട് ഭാഗ്യവതിയാണ് ഞാൻ, ഒരുപാട് സന്തോഷവതിയാണ്. അപ്പോൾ തോന്നി ദൈവത്തിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറയണമെന്ന്. കാരണം ദൈവത്തിനറിയാലോ, കഴിഞ്ഞ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി ജോലിക്ക് പ്രവേശിച്ചപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ആ ജോലിയിൽ നിന്ന് ഞാൻ റിയാലിറ്റി മനസ്സിലാക്കുകയായിരുന്നു. ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലുതായി ഒന്നും നേടാൻ പറ്റില്ല എന്ന റിയാലിറ്റി. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒരുപാട് നേടാൻ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, ജോലി ചെയ്തിട്ട് ഒന്നും വലുതായി നേടാൻ പറ്റില്ലെന്ന യാഥാർത്ഥ്യം. അങ്ങനെ അതിനുശേഷം ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു, മറ്റു പല കാര്യങ്ങളും സൈഡായിട്ട് ചെയ്തു. പക്ഷെ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. എനിക്ക് കുറേ കടങ്ങൾ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു നല്ല കാലം വരുമെന്നുള്ളത്. ദൈവം പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന് എന്തെങ്കിലും എനിക്ക് തരാൻ തീരുമാനിച്ചാൽ അത് നേരിട്ട് ദൈവം കൊണ്ട് തരില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഒരിക്കലൊരു ദിവസം എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നെ കാണാൻ വന്നു. ഒരു പുതിയ അവസരത്തെക്കുറിച്ച് കേൾക്കാനായി എന്നെ എറണാകുളത്തേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഞാൻ ആദ്യം പോകാതിരിക്കാൻ ഒരുപാട് ഒഴിവുകൾ പറഞ്ഞു, ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി, ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരമാണെങ്കിലോ. എനിക്കതൊരു ദൈവദൂതൻ പറഞ്ഞ പോലെ തോന്നാൻ തുടങ്ങി. ഞാൻ അവനെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവിടെ അന്ന് അവർ പറഞ്ഞത് 8 മാസം കൊണ്ട് 2 കോടി രൂപ നേടാനുള്ള ഒരു വലിയ അവസരത്തെക്കുറിച്ചായിരുന്നു. പക്ഷെ എനിക്കതിൽ നിന്നൊരു റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ ഒരു 2 കോടി രൂപ നേടാനായി പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാനതിൽ ഇറങ്ങിത്തിരിച്ചു. എനിക്ക് നഷ്ടമൊന്നും വരാനില്ല. ഇനി നേടിയിട്ടൊന്നുമില്ലെങ്കിലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അവർ പറഞ്ഞത് എൻ്റെ കുറച്ച് ഫ്രീ ടൈം ഉപയോഗിച്ചാൽ നേടാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഫ്രീ ടൈമിൽ ആ മാസത്തിൽ 5 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. കാരണം ജസ്പെയ്ഡ് ഇന്റർനാഷണലിൽ കമ്പനിക്ക് ഇഷ്ടം പോലെ പ്രോഡക്റ്റുകളുണ്ട്. അതിലേതെങ്കിലും ഒരു 5 പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്തുകൊണ്ട് 5 ഹോട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അവരാദ്യം ആവശ്യപ്പെട്ടത്. അവർ പറഞ്ഞത് മൊത്തം 3905 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ 2 കോടി രൂപ നേടാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ ഞാൻ നേരിട്ടതിൽ ചെയ്യേണ്ടത് വെറും 5 കസ്റ്റമേഴ്സിനെ മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ 5 കസ്റ്റമേഴ്സിനെ ലഭിക്കാനായി ഒരുപാട് എഫേർട്ട് എടുത്തു. കുറേ പേരെന്നെ കളിയാക്കി, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു കാറ് വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, നല്ലൊരു വീട് പണിയണം ആഗ്രഹമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു ജീവിത സാഹചര്യം കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു.
അതോടൊപ്പം തന്നെ എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞാൻ മുടിവെച്ചിരിക്കുകയായിരുന്നു. കാരണം അതിനുള്ള വരുമാനം എനിക്കില്ലായിരുന്നു. പക്ഷെ ഈയൊരു അവസരം വന്നപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് 2 കോടി രൂപയ്ക്കുള്ള ക്ലാരിറ്റിയെക്കുറിച്ചായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി. എൻ്റെ ഒന്നാമത്തെ ക്ലാരിറ്റി കടം വീട്ടുക എന്നത്, രണ്ടാമത്തെ ക്ലാരിറ്റി കാറ് വാങ്ങുക എന്നത്, മൂന്നാമത്തെ ക്ലാരിറ്റി വീട് വാങ്ങുക എന്നത്. അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ 1,90,00,000 രൂപയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ബാക്കി 10 ലക്ഷം രൂപയുണ്ടായിരുന്നത് എൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും തീരുമാനിച്ചു. അതും നോക്കിയപ്പോൾ 2 കോടി കറക്റ്റായി. പിന്നെ എൻ്റെ ആവശ്യം ഈ 2 കോടി രൂപ എങ്ങനെ നേടിയെടുക്കാമെന്നായിരുന്നു. അങ്ങനെ ഞാൻ ആ 2 കോടിക്ക് വേണ്ടി ചെയ്തത് ആ 5 സെയിൽ പാറ്റേൺ ആയിരുന്നു. കാരണം ഒരു 58 പേരിയോളം കാണേണ്ടി വന്നു എനിക്ക് ഈ 5 സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട്. ആ 5 സെയിൽ ക്ലോസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇതെൻ്റെ ഹോട്ട് കസ്റ്റമേഴ്സ് ആണെന്നാണ്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം, നമ്മളൊരു കസ്റ്റമറെ ആദ്യം കാണുമ്പോൾ അവർ സ്ട്രേഞ്ചർ ആണെന്നുള്ളതും അവർ നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വോം കസ്റ്റമർ ആണെന്നും നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹോട്ട് കസ്റ്റമേഴ്സായി മാറുന്നു. അങ്ങനെ ഞാൻ 5 ഹോട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് അവർ പറഞ്ഞത് ആ മാസം തന്നെ ഈ 5 ഹോട്ട് കസ്റ്റമേഴ്സിനെയും കൊണ്ട് വയനാട്ടിലേക്ക് എത്തിച്ചേരാനാണ്. അങ്ങനെ ഞാൻ ആ 5 ഹോട്ട് കസ്റ്റമേഴ്സിനെയും കൊണ്ട് വയനാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ഞാൻ കാണുന്നത് ഒരു ആൾക്കൂട്ടത്തെയാണ്. 2000 പേര് പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാം. അത്രയും പോസിറ്റീവ് എനർജിയുള്ള ആളുകളെയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ സ്റ്റേജിലേക്ക് കമ്പനിയുടെ MD-യും ചെയർമാനും വന്ന് അതിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ അത് പറയുമ്പോൾ തന്നെ എൻ്റെ കൂടെ വന്ന 5 പേരും ഞാൻ അറിയാതെ തന്നെ ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അങ്ങനെ അവരും അതിൽ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ അവർ 5 പേരും മിനിമം ഓരോ 1,00,000 രൂപയുടെ ഷെയർ എടുത്തു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം. പക്ഷെ ഞാനാണ് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നതിൻ്റെ പേരിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് 30,000 രൂപ വരികയുണ്ടായി. അതുകൂടാതെ അതിനു മുൻപ് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ 5 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് 20,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എനിക്ക് ആ മാസം 50,000 രൂപ ലഭിച്ചു. അന്നവർ ജസ്പെയ്ഡിൽ പറഞ്ഞു 5 കസ്റ്റമേഴ്സ് രണ്ടാമത് വാങ്ങിക്കഴിഞ്ഞാൽ അവർ ക്ലയൻ്റായി മാറുമെന്ന്. അപ്പം ആദ്യം വാങ്ങുമ്പോൾ കസ്റ്റമറും രണ്ടാമത് വാങ്ങുമ്പോൾ അവർ ക്ലയൻറ്റുമായിട്ട് മാറും. അപ്പം എനിക്ക് 5 ക്ലയൻറ്റിനെ കൂടി അവിടെ ചെന്നപ്പോൾ ലഭിച്ചു. കാരണം ഞാൻ പോയപ്പോൾ ഒരു കസ്റ്റമറായിരുന്നു, അവിടെ പോയപ്പോൾ ക്ലയൻ്റായിട്ട് മാറി. ക്ലയൻ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് റെഫറൻസ് ചോദിക്കാൻ കമ്പനി പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 5 ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു 5 റെഫറൽ വീതം എടുത്തപ്പോൾ എനിക്കന്ന് 25 കസ്റ്റമേഴ്സിനെ കൂടെ കിട്ടി. അങ്ങനെ ആ മാസത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 5 കസ്റ്റമേഴ്സിൻ്റെ 5 ക്ലയൻസിലൂടെ 25 കസ്റ്റമേഴ്സിനെ കിട്ടിയപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു 9,250 രൂപ കൂടെ ഇവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെ ആ മാസത്തിൽ ടോട്ടൽ 59,250 രൂപ എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാൻ 2ാമത്തെ മാസം നോക്കിയപ്പോ എനിക്ക് 5 ക്ലയൻസും അവരുടെ കൂടെ 25 കസ്റ്റമേഴ്സും ഉണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ 2ാമത്തെ മാസം ആ 25 കസ്റ്റമേഴ്സിനെയും കൊണ്ട് വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. സെയിം പ്രോഗ്രാം അവിടെ നടക്കുന്നു. എൻ്റെ 25 കസ്റ്റമേഴ്സിനെയും കൊണ്ട് ഞാൻ പോകുന്നു. പിന്നെയും ഞാൻ അറിയാതെ തന്നെ ആ 25 കസ്റ്റമേഴ്സും 1,00,000 രൂപയുടെ പർച്ചേസിന് തയ്യാറായി. അപ്പോൾ പിന്നീട് ഞാൻ കാണുന്നത് ആ 25 പേരും ക്ലയൻസായി മാറി എന്നുള്ളതാണ്.
ആ 25 കസ്റ്റമേഴ്സും ക്ലയൻ്റായി മാറിയപ്പോൾ ഓരോരുത്തരും 1,00,000-ന്റെ ഒരു ഷെയർ വീതം പർച്ചേസ് ചെയ്തപ്പോൾ 25 ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നു. എനിക്കതിൽ നിന്ന് 1,50,000 രൂപ അപ്പോൾ കിട്ടി. അതിനുശേഷം ആ 25 ക്ലയൻറ്റിനോടും ഞാൻ റെഫറൽ ചോദിക്കാൻ തയ്യാറായി. കാരണം അവർ ക്ലയൻ്റായി മാറിയല്ലോ. അതിൽ നിന്ന് 25 പേരും ഓരോ 5 റെഫറൻസ് കൂടെ എടുത്തപ്പോൾ 125 കസ്റ്റമേഴ്സിനെയും എനിക്ക് ലഭിച്ചു. അതിൻ്റെ പേരിൽ എക്സ്ട്രാ 15,000 രൂപ കൂടെ എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് ടോട്ടൽ 125 കസ്റ്റമേഴ്സിനെയും 1,60,65,000 രൂപയും രണ്ടാമത്തെ മാസത്തിൽ ലഭിച്ചു. ഇനി ഞാൻ 3-ാം മാസത്തിൽ കടന്നപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ 125 കസ്റ്റമേഴ്സും 30 ക്ലയൻസുമുണ്ട്. ഞാൻ ഈ 125 കസ്റ്റമേഴ്സിനെയും കൊണ്ട് വീണ്ടും വയനാട്ടിൽ പോകുന്നു. സെയിം പ്രോഗ്രാം അവിടെ നടക്കുന്നു. ഈ പ്രോഗ്രാം അവിടെ നടക്കുമ്പോൾ 125 പേരും ഓരോ 1,00,000 രൂപയുടെ ഷെയർ പർച്ചേസിന് തയ്യാറായി. അതിലൂടെ എനിക്ക് 125 പേരിലൂടെ 1,00,000 രൂപ വീതം ബിസിനസ് വന്നപ്പോൾ 1,25,00,000 രൂപയുടെ സീല് ലഭിച്ചു. 10,37,500 രൂപ പ്രോഫിറ്റായി ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഈ 125 കസ്റ്റമേഴ്സ് ക്ലയൻസായി മാറുകയും ചെയ്തു. ആ 125 ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് 5 റഫറൻസ് വീതം ചോദിച്ചപ്പോൾ 625 കസ്റ്റമേഴ്സിനെയും കൂടെ കിട്ടുകയും ചെയ്തു. അതിലൂടെ 1,87,500 രൂപ കൂടുതൽ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ടോട്ടൽ 3-ാം മാസത്തിൽ എനിക്ക് കിട്ടിയ തുക 12,25,000 രൂപയാണ്. മാത്രമല്ല കേട്ടോ, 625 കസ്റ്റമേഴ്സിനെയും കൂടെ കിട്ടി. ഇനി 625 കസ്റ്റമേഴ്സിനെയും കൂടെ കൂട്ടി ഞാൻ വീണ്ടും 4-ാം മാസത്തിൽ വയനാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ 4-ാമത്തെ മാസത്തിൽ വയനാട്ടിൽ പോകുമ്പോൾ സെയിം പ്രോഗ്രാം അവിടെ നടക്കുന്നു. അപ്പോൾ ഈ 625 പേരും ഇതേപോലെ തന്നെ 1,00,000 രൂപയുടെ വീതം പർച്ചേസ് ചെയ്തു. അപ്പോൾ 6,25,00,000 രൂപയുടെ ബിസിനസ് കിട്ടി. അതിൽ നിന്ന് എനിക്ക് 62 ലക്ഷം രൂപ ലാഭവിഹിതമായി ലഭിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ 625 പേര് ക്ലയൻസായി മാറുകയും ചെയ്തു. ഈ 625 പേര് ക്ലയൻസിനോട് ഞാൻ 5 വീതം റെഫറൽ ചോദിച്ചു. ആ റെഫറലിലൂടെ എനിക്ക് 3,125 കസ്റ്റമേഴ്സിനെയും കൂടെ എനിക്ക് കിട്ടി. 3,125 കസ്റ്റമേഴ്സിനെ കിട്ടിയപ്പോൾ അതിൻ്റെ ഇൻസെൻറ്റീവായിട്ട് എനിക്ക് 4,37,500 രൂപ എനിക്ക് ലാഭമായി കിട്ടുകയും 4-ാം മാസത്തിലെ എൻ്റെ ടോട്ടൽ വരുമാനം 66,37,500 രൂപ ആവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 3,125 കസ്റ്റമേഴ്സിനെയും കൂടെ എനിക്ക് കിട്ടി. പിന്നെയാണ് ഞാൻ അടുത്ത മാസത്തിലേക്ക് കടക്കുന്നത്. 5-ാം മാസം മുതൽ 8-ാം മാസം വരെ. ഈ 5-ാം മാസത്തേക്ക് കടന്നപ്പോൾ എൻ്റെ അടുത്ത് 3,125 കസ്റ്റമറുണ്ട്. ഞാൻ വീണ്ടും വയനാട്ടിലേക്ക് 6 പ്രാവശ്യം വീണ്ടും പോകേണ്ടി വന്നു, പല ആവശ്യം കൊണ്ട്. അങ്ങനെ ഈ 3,125 കസ്റ്റമേഴ്സും പല തവണകളായിട്ട് അവിടുന്ന് 1,00,000 രൂപയുടെ പർച്ചേസ് നടത്തിയപ്പോൾ ടോട്ടൽ തുക 31,25,00,000 രൂപയുടെ ബിസിനസ് വന്നു. ആ 31,25,00,000 രൂപയുടെ ലാഭവിഹിതമായിട്ട് ആകെ മൊത്തം മറ്റുള്ള തുകകളും കൂട്ടി 2,69,250 രൂപ എനിക്ക് ലഭിച്ചു എന്നുള്ളതും. അതോടൊപ്പം തന്നെ എനിക്ക് റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ കൂടെ 3,125 ക്ലയൻസും എൻ്റെ ഒപ്പമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവമേ,
അപ്പോൾ ഞാൻ ചിന്തിപ്പിക്കുകയാണ്, എനിക്കിന്ന് എൻ്റെ കയ്യിൽ 2,69,250 രൂപയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയാണ് ദൈവത്തിനോട് പറയാനുള്ളത്. ഞാൻ അന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ പോകാതിരുന്നാൽ എനിക്കിന്ന് 2,69,250 രൂപ കിട്ടുമായിരുന്നില്ല. ഞാൻ വീണ്ടും ആ ശക്തമായ തീരുമാനമെടുക്കാൻ കാരണമായ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ എന്നെ ഈ ഭൂമിയിലേക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ചെറുപ്പത്തിൽ എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, എൻ്റെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ട എൻ്റെ പിതാവിനോട് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന എൻ്റെ ഗുരുവിന് ഞാൻ നന്ദി പറയുകയാണ്. മാതാ, പിതാ, ഗുരു, ദൈവം എന്നു പറഞ്ഞ പോലെ ഈ 4 പേരോടും ഒരുപാട് നന്ദി പറയുമ്പോൾ ഇനി ഞാൻ പോകാൻ വേണ്ടി നിൽക്കുന്നത് ജീവിതത്തിൻ്റെ മറ്റൊരു സ്റ്റെപ്പിലേക്കാണ്. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ 3,900 ക്ലയൻസ് അല്ലെങ്കിൽ ഹോട്ട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇനിയാണ് എൻ്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ്. ദൈവമേ, ഞാൻ ഇനിയും വരും അടുത്ത വിജയകഥയുമായി. നന്ദി. താങ്ക് യു.